ഹല്ലേലൂയ, ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെ പുസ്തകത്തിന്റെ 9-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വചനം നമുക്ക് പരിചിതമാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്: കർത്താവേ, അങ്ങ് ജ്ഞാനത്തെയും പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകുന്നില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എന്ത് തരണം? കർത്താവ് ജ്ഞാനം തരണം, പരിശുദ്ധാത്മാവിനെ തരണം. അതുവഴി എന്താ സാധ്യമാകുന്നത്? അതുവഴി ഈ ലോകത്തിന്റെ അരൂപിയാൽ നയിക്കപ്പെടാതെ ദൈവത്തിന്റെ ഹിതം എന്തെന്ന് തിരിച്ചറിയാൻ എൻ്റെ ജീവിതം പര്യാപ്തമായിട്ട് തീരും. 143-ാം സങ്കീർത്തനം 10-ാം വചനത്തിൽ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നില്ലേ? ദൈവമേ, അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. അവിടുന്നാണ് എൻ്റെ ദൈവം. അങ്ങയുടെ നല്ല ആത്മാവ് എന്നെ നിരപ്പുള്ള വഴിയിലൂടെ നയിക്കട്ടെ. എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവഹിതമനുസരിച്ചുള്ള വഴിയിലൂടെ ഞാൻ നീങ്ങട്ടെ. ഏത് വഴി? അങ്ങയുടെ ആത്മാവിനെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ സ്വീകരിക്കുക വഴി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവഹിതമനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ നമുക്ക് എവിടെ എത്താൻ പറ്റുള്ളൂ? ആ സ്വർഗം. അത് വേണമെങ്കിൽ എന്ത് വേണം? അത് വേണമെങ്കിൽ എനിക്ക് വെറുതെ എൻ്റെ ഇഷ്ടമനുസരിച്ച് ഒരു പോക്ക് പോയാൽ പോരാ, മറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ പ്രേരിപ്പിക്കുന്നതനുസരിച്ച് പോണോ? വേണം. അത് വേണമെങ്കിൽ എന്ത് വേണം? ജ്ഞാനം വേണം. ഈ ജ്ഞാനവും ഈ ശക്തിയും ആര് തരും? അത് പരിശുദ്ധാത്മാവ് തരും. അതാണ് പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്ന കാര്യം നമുക്കറിയാം. റോമാലേഖനത്തിന്റെ 12-ാം അധ്യായം 2-ാം വചനം: നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്ന്, നല്ലതും പ്രീതികരവും പരിപൂർണമായതെന്തെന്ന് വിവേചിച്ചറിയാൻ എപ്പോ പറ്റും? ദൈവത്തിന്റെ ആത്മാവിൽ നയിക്കപ്പെടുമ്പോൾ. അതുകൊണ്ട് ദൈവാത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് രൂപാന്തരപ്പെടണം എന്നുള്ള ചിന്ത നമുക്ക് വേണം. അതൊരു അജഗജാന്തര മാറ്റമാണ്. ദൈവാത്മാവിൽ നയിക്കപ്പെടുന്ന വ്യക്തിയും ആത്മാവില്ലാത്ത ഒരു വ്യക്തിയും തമ്മിൽ ചിന്തിക്കാനാകാത്തൊരു മാറ്റമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ വെറുതെ ഒരു ക്രിസ്ത്യാനി എന്ന പേരിന് പോയാൽ പോരാ, പിന്നെന്ത് വേണം? ആത്മാവ് നയിക്കുന്ന ഒരു ജീവിതമായിട്ട് മാറണോ? നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. നല്ല തീക്ഷ്ണതയോടെ നമ്മൾ ഈ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ആവസിക്കണം. ഈ ദാഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. കണ്ണുകളും നടച്ച് കരങ്ങളൊന്ന് കൂപ്പി എല്ലാവരും ഹൃദയത്തിൽ അതീവ ദാഹത്തോടെ പ്രാർത്ഥിക്കണം. ആത്മശക്തിയായ പരിശുദ്ധാത്മാവ് എൻ്റെ മേലെ ഇറങ്ങി വസിക്കണം. എൻ്റെ ആത്മാവ് കർത്താവിൻ്റെ ആത്മാവിനാൽ പൂരിതമാകണം. ഇതുവരെ ഇല്ലാത്ത ഒരു ഉണർവ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണം. എൻ്റെ ജീവിതത്തിൽ വെറുതെ പേരിന് ഒരു ക്രിസ്ത്യാനിയായിട്ട് ഇനിമേൽ ഞാൻ ജീവിച്ചാൽ പോരാ. ഏതെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ വീണുപോകുന്ന വിതയ്ക്കപ്പെട്ട വചനമായിട്ട് എൻ്റെ ഹൃദയനിലം മാറിയ പോരാ, മറിച്ച് ഞാൻ ഇനിമേൽ ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തിയായിട്ട് മാറണം. യോഹന്നാൻ ഓർമ്മിപ്പിച്ചു, വൃക്ഷത്തിന്റെ വേരിന് കോടാലി വയ്ക്കപ്പെട്ട് കഴിഞ്ഞു. ഈ പ്രതിസന്ധിയുടെ നാളുകളിൽ എൻ്റെ ജീവിതം ഇനിയും നിലകൊള്ളുന്നുണ്ടെങ്കിൽ അത് ദൈവം എന്നെക്കുറിച്ച് എന്തൊക്കെയോ പ്രകടമായ പദ്ധതികൾ ഒരുക്കുന്നത് കൊണ്ടാണ്. ഓ ദൈവമേ, അവിടുത്തെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ഓ കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മ ശക്തിയാൽ എന്നെ പൂരിതമാക്കണമേ. ഈ ദാഹത്തോടെ 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് എല്ലാവരും ഉയർത്തിപ്പിടിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പൂരിതമാകാനായിട്ടുള്ള തീക്ഷ്ണതയോടും ആഗ്രഹത്തോടും കൂടെ എല്ലാ ദൈവമക്കളും ശക്തിയോടും തീക്ഷ്ണതയോടും കൂടെ കർത്താവിന്റെ നാമത്തെ ഒരുമിച്ച് ചേർന്നൊന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഉന്നത ശക്തിയായവനെ, ഞങ്ങളുടെ മേൽ ആവസിക്കുന്ന ദൈവശക്തിയെ, അപ്പോസ്തലന്മാരിൽ നിറഞ്ഞ ദൈവശക്തിയെ, അനേക വിശുദ്ധാത്മാക്കളുടെ ജീവിതങ്ങളിലേക്ക് അവരുടെ ബലഹീനതകളെ മറികടക്കാനായിട്ടുള്ള വിശുദ്ധിയും ചൈതന്യവും ദൈവിക ജ്ഞാനവും ദൈവിക ശക്തിയും പ്രദാനം ചെയ്ത പരിശുദ്ധാത്മാവേ, തിരുമുമ്പാകെ ഇപ്പോൾ വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒരു കൂട്ടായ്മയിൽ ഹൃദയം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളിൽ ഓരോരുത്തരിലേക്കും അഗ്നിശക്തിയായി ആത്മനദിയായി ഒഴുകി വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മ ശക്തി, പരിശുദ്ധാത്മാഭിഷേകം വലിയ അഭിഷേകമായി വലിയ പുഴ പോലെ ഓരോ മക്കളിലേക്ക് ഒഴുകി വരട്ടെ. സകല ജീവിതങ്ങളും ഇപ്പോൾ ആത്മശക്തിയാൽ പൂരിതമാകട്ടെ. വിശുദ്ധീകരിക്കപ്പെടുന്ന പുതിയൊരു ചൈതന്യം, പുത്തൻ അഭിഷേകം എല്ലാ മക്കളിലും യേശുനാമത്തിൽ വ്യാപരിക്കട്ടെ. ആരാധന, 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 ആരാധന. കൈകൾ താഴ്ത്തി, കൈകൾ കൊട്ടി, തീക്ഷ്ണതയോടെ, ശക്തിയോടെ, ദൈവമക്കൾ കടന്ന സ്വാതന്ത്ര്യത്തോടെ ഒന്നു ചേർന്ന് ആരാധിക്കട്ടെ. ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആമേൻ. മഴ പോലെ പെയ്തിറങ്ങി
പെയ്തിറങ്ങി വാ. സ്വർഗീയാഗ്നിയേ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, പെരുമഴ പോലെ മഴ പോലെ പെയ്തിറങ്ങി വാ. കൈകൾ ഉയർത്തിക്കൊട്ടി. ആത്മശക്തിയേ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയാഗ്നിയേ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. കൈകൾ താഴ്ത്തിക്കൊട്ടി. ആത്മനദിയായൊഴുകി എന്നിൽ ഇന്നു വാ, വശങ്ങളിൽ കൊട്ടി. ആത്മശക്തിയായൊഴുകി എന്നിൽ ഇന്നു വാ. പരിശുദ്ധാത്മാവേ, ആത്മനദിയായൊഴുകി എന്നിൽ ഇന്നു വാ, ആമേൻ. ആത്മശക്തിയായൊഴുകി എന്നിൽ ഇന്നു വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ചേർന്ന് ചേർന്ന് പാടി. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. വശങ്ങളിലേക്ക് കൈകൾ കൊട്ടി. പരിശുദ്ധാത്മാവിൽ നിറയാനുള്ള വലിയ ദാഹത്തോടെ എല്ലാവരും തങ്ങളെ തന്നെ മറന്ന് ദൈവത്തെ ആരാധിക്കുന്ന നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കും. പരിശുദ്ധാത്മാവ് ഒരു പുതിയ ശക്തി കൊണ്ട് നമ്മുടെ ശരീരത്തെ പൂരിതമാക്കും, നമ്മുടെ മനസ്സിനെ, ഹൃദയത്തെ, ആത്മാവിനെ പരിശുദ്ധാത്മാവ് പൂരിതമാക്കും. ഇതുവരെ ഇല്ലാത്ത ഒരു അഭിഷേകത്തിലേക്ക് വളരും. യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാനായിട്ടുള്ള ഒരു പുത്തൻ ചൈതന്യം നിന്റെ ഉള്ളിൽ നിറയും. നാളിലെ മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ. നാളിലെ മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ. അഗ്നിജ്വാലവോ ഇളന്നിറങ്ങി വാ, കൊടും കാറ്റുപോലെ വീശി എന്നിൽ വാ. അഗ്നിജ്വാലവോ ഇളന്നിറങ്ങി വാ, കൊടും കാറ്റുപോലെ വീശി. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. കൈകൾ വീശി. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവിന്റെ ശക്തി, ഉന്നത അഭിഷേകം എല്ലാ ദൈവമക്കളിലും വ്യാപരിക്കണം. ദാഹത്തോടെ ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉന്നത ശക്തിയായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക്, എല്ലാ സങ്കടങ്ങളിലേക്ക്, വേദനകളിലേക്ക്, നിരാശയുടെ അനുഭവങ്ങളിലേക്ക്, പ്രതിസന്ധികളിലേക്ക്, രോഗപീഠകളിലേക്ക്, കഷ്ടതകളിലേക്ക്, ഞെരുക്കങ്ങളിലേക്ക് അവിടുന്ന് ശക്തിയായി ആവസിക്കണമേ. യേശുനാമത്തിൽ അനേകർ സൗഖ്യപ്പെടും. യേശുനാമത്തിൽ ശക്തിപ്പെടും. പ്രകടമായ ദൈവിക അത്ഭുതങ്ങൾ സംഭവിക്കും. കൈകൾ കൂപ്പി കണ്ണുകളടച്ച് ആത്മശക്തിയേ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയാഗ്നിയേ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. മരുഭൂമി പോലെയുള്ള ഒത്തിരി ജീവിതങ്ങള് അവിടുത്തെ മഴ പെയ്ച്ച് കുളിരണിയിക്കുന്നുണ്ട്. അനേകരുടെ ജീവിതങ്ങൾ ദൈവശക്തിയാൽ നിറയപ്പെടുന്നുണ്ട്.
ഒത്തിരി ജീവിതങ്ങൾ യേശുവിൻ്റെ ആത്മാവിൻ്റെ സ്പർശനത്താൽ ഉണരുന്നുണ്ട്. ഒത്തിരി പ്രതിസന്ധികളിലേക്ക് ഒരു ഉണർവ് കിട്ടുന്നുണ്ട്. യേശുക്ക് നന്ദി പറയാം, ആത്മാവിന് നന്ദി പറയാം. നമുക്കിരിക്കാം. ഈ നാളുകളിൽ ഞാനൊരു അച്ഛനോട് ചോദിച്ചു, അച്ഛാ എങ്ങനെയുണ്ട് അച്ഛൻ്റെ ഇടവക? അച്ഛനോട് പറഞ്ഞു കുഴപ്പമില്ല. അതെന്താ അച്ഛൻ അങ്ങനെ കുഴപ്പമില്ലെന്ന് പറഞ്ഞു? ഒരുപാട് നല്ല ആൾക്കാരുള്ള ഇടവക അച്ഛാ, പക്ഷെ കുറച്ച് അവന്മാരുണ്ട്, ജീവിക്കാൻ അനുവദിക്കുകയില്ല. ഇല്ലേ? ഇങ്ങനെ ഉണ്ട് ഓരോ സ്ഥലത്തും, ഓരോ ഇടവകയിലും ചിന്തിക്കുമ്പോൾ. ഇപ്പം നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ ഇടവകയെക്കുറിച്ച് ചിന്തിക്കുമായിരിക്കും, അച്ഛൻ എൻ്റെ ഇടവകയുടെ കാര്യമാണ് പറയുന്നത്. കാരണം എല്ലാ ഇടവകയിലും ഉണ്ടാവും ഇങ്ങനെ കുറച്ച് വിത്തുകൾ, അല്ലേ? അത് നമുക്കറിയാം. അപ്പോൾ നോക്കി, ആ അച്ഛൻ്റെ ഒരു സങ്കടമാണത്. ഒരുപാട് നല്ല ആളുകളാണുള്ളത്, എല്ലാവരും തന്നെ നല്ലവരാണ്. അതിൻ്റെ ഇടയ്ക്ക് എന്തുണ്ട്? കുറേ കളകൾ ഇങ്ങനെയുണ്ട്. അതാണ് ഒരു സങ്കടകരമായ ഒരു കാര്യം. എന്നിട്ട് അച്ഛൻ പറഞ്ഞ കാര്യം ഇതാണ്: എന്തെങ്കിലും ഒരു നല്ല സംരംഭം ആരംഭിക്കാനോ എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി ചെയ്യാനോ തുടങ്ങുമ്പോൾ എന്തേലും പറഞ്ഞ് അസ്വസ്ഥത ഉണ്ടാക്കി അവരൊടക്ക് വയ്ക്കും. അത് ചിലപ്പോൾ പൊതുയോഗത്തിലാകാം, മറ്റ് സംസാരങ്ങളിലാകാം, മറ്റു തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ ഇടവക ഗ്രൂപ്പുകളിൽ ഇപ്പം അങ്ങനെയുണ്ടല്ലേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടൊക്കെ ഏതെങ്കിലും തരത്തിൽ അവിടെ അസ്വസ്ഥത വിതയ്ക്കും. അതിൽ കുറച്ച് പേരെ ഉള്ളച്ചാ, പക്ഷെ അവരെ കൊണ്ട് ഒരു ശരണവും ഇല്ല. എന്നിട്ട് അച്ഛൻ പറയാണ്, ഇന്നാൾ ഞാനൊരു വചനം വ്യാഖ്യാനിച്ചത് നല്ല സമരിയക്കാരൻ്റെ ഉപമയാണ്. അപ്പോൾ ഞാൻ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുറന്ന് സംസാരിച്ച്, അപ്പോൾ അടുത്ത പൊതുയോഗത്തിൽ അവർ പറയാണ്, ഇന്നാൾ അച്ഛൻ ചില കാര്യങ്ങളൊക്കെ വ്യാഖ്യാനിച്ചത് ഞങ്ങൾക്കിട്ടൊക്കെയുള്ള ചില കുത്താന്ന് മനസ്സിലായി. നാളെ വേറൊരച്ഛൻ വേറെ ചില കാര്യങ്ങൾ വളച്ചു കെട്ടി വ്യാഖ്യാനിക്കുന്ന കേട്ടു. നിങ്ങളിങ്ങനെ പുതിയ വ്യാഖ്യാനങ്ങളൊന്നും ഇറക്കിക്കൊണ്ട് വരണ്ട, ഉള്ളതൊക്കെ പറഞ്ഞാൽ മതി. അപ്പം അച്ഛൻ പറഞ്ഞു, എനിക്ക് സഹിക്കാൻ പറ്റില്ല അച്ഛാ. ഞാൻ പറഞ്ഞു, ചേട്ടാ അതെ, ഞാനൊരു ബുക്ക് മേടിച്ചു തരുന്നുണ്ട്, അടുത്ത ഞായറാഴ്ച എന്താണ് പറയേണ്ടതെന്ന് ചേട്ടൻ എനിക്കൊന്ന് എഴുതി തന്നാൽ ഞാൻ മെത്രാന്റെ കൽപ്പന പോലെ അത് പള്ളിയിലങ്ങ് വായിച്ചേക്കാം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിക്കേ, ഇങ്ങനെ ഉണ്ടെന്ന് കുറെ പേര്. ഞാൻ ഈ പൗലോസ്ലീഹ തീത്തോസിന് എഴുതിയ പുസ്തകം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ അതിന് 1-ാം അധ്യായത്തില് 16-ാം വചനത്തില് ഇങ്ങനെ ഒരു കാര്യം കാണുകയാണ്: തങ്ങൾ ദൈവത്തെ അറിയുന്നുവെന്ന് അവർ ഭാവിക്കുന്നു, എന്നാൽ പ്രവർത്തികൾ വഴി അവിടുത്തെ നിഷേധിക്കുകയും ചെയ്യുന്നു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചോണം, തങ്ങൾ ദൈവത്തെ അറിയുന്നുവെന്ന് അവർ ഭാവിക്കുന്നു. ഭാവിക്കുന്നേ ഉള്ളൂ, അറിയുന്നുണ്ടോ? ഇല്ല. ദൈവത്തെ അറിയുന്നു എന്നവർ ഭാവിക്കുന്നു, എന്നാൽ പ്രവർത്തികൾ വഴി അത് നിഷേധിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കാലഘട്ടത്തിൽ ഒരു വലിയ ശതമാനം ക്രിസ്തീയ വിശ്വാസികളുടെ ജീവിതത്തിന്റെ അവസ്ഥയാണ് പൗലോസ്ലീഹ തീത്തോസിന് എഴുതിയ ഈ വാക്കുകളിലൂടെ പറഞ്ഞു വെക്കുന്ന ഒരു സത്യം. ചിന്തിച്ചു നോക്കിയോ, നമ്മുടെ ജീവിതങ്ങളിൽ ഈ ഒരു ദുരവസ്ഥയാണോ ഇന്നുള്ളത്? അതായത് ദൈവത്തെക്കുറിച്ച് എനിക്ക് അറിയാന്ന്, ഞാൻ അങ്ങനെ അത്യാവശ്യമൊക്കെ പഠിച്ചതാണ്. ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിലൊക്കെ അത്യാവശ്യം ദൈവശാസ്ത്രവും മറ്റു കാര്യങ്ങളൊക്കെ അൽമായരെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ മുക്കും മൂലയൊക്കെ പഠിക്കുന്നതോടുകൂടെ ഒന്നുകൂടെ ചിന്തിക്കണം, എനിക്കിപ്പോ അത്യാവശ്യം ദൈവശാസ്ത്രമൊക്കെ അറിയാം, ഇനി വലിയ വ്യാഖ്യാനങ്ങളൊന്നും ആയിട്ട് അച്ഛന്മാരിവിടെ വരണ്ട. നോക്ക്, എനിക്കെന്താണ്ടൊക്കെ കാര്യം അറിയാന്ന്, പക്ഷെ എന്തില്ല? പ്രവൃത്തിയില്ല. യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിന്റെ 2-ാം അധ്യായം 14-ാം വചനം നമുക്ക് പരിചിതമാണ്. സഹോദരരെ, വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവന് എന്ത് മേന്മയാണുള്ളത്? വിശ്വാസമുണ്ട് എനിക്ക്, ഞാൻ ഭയങ്കര വിശ്വാസിയാണ്. ചിലർ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഞാൻ രാത്രി കിടക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ട് കുരിശു വരച്ചാ കിടക്കുന്നത്, ഞാൻ ഭയങ്കര വിശ്വാസിയാണ്. എൻ്റെ കൊന്ത കണ്ടില്ലേ? നീ ചെല്ലുന്നുണ്ടോ? ചെല്ലുന്നില്ല, എന്നാലും കൊന്തയുണ്ടല്ലോ. എന്താണ്? ഞാൻ ഭയങ്കര സംഭവമാണ്, ഞാൻ ഭയങ്കര വിശ്വാസിയാണ്. ചിലർ പറയാണ്, ഞാൻ ഗീവർഗീസിന്റെ സ്വന്തം ആളാ. ആണോ? പിന്നെ ഞാൻ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഈ കൊന്ത അങ്ങ് മുറുക്കെ പിടിക്കും, പിന്നെ പാമ്പിന്റെ വഴിക്ക് പോകും. ഇങ്ങനെയൊക്കെ പറയുന്നവരെ കേട്ടിട്ടില്ലേ?
അപ്പൊ നോക്കിക്കേ, എന്താണ് അവർക്ക് ജീവിതത്തിൽ വിശുദ്ധാത്മാക്കളും ദൈവമൊക്കെ ഏതൊക്കെയോ വഴിക്ക് പോകുന്ന ആൾക്കാർ. പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധി, ആപത്തോ അപകടമൊക്കെ വരുമ്പോ ഒരു പിടുത്തം ഇങ്ങനെ കുരിശല്. അതിൻ്റെ അപ്പുറത്തേക്ക് കടന്ന് ജീവിതത്തിൽ വിശ്വാസത്തിന്റെ ഒരു പ്രതിഫലനമില്ല. യാക്കോബ് ശ്ലീഹ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, അതേ അധ്യായത്തിലെ 14-ാം വചനത്തില്, പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ തിരിച്ചറിയേണ്ടതായ, ഹൃദയത്തിൽ ഏറ്റുവാങ്ങേണ്ടതായ വലിയൊരു സന്ദേശമല്ലേ ഇത്? അറിയേണ്ടത് അറിയാതെ, ദൈവത്തെ അറിയാതെ വെറുതെ അറിയാം എന്ന് ഭാവിച്ചുകൊണ്ട് യാതൊരു തരത്തിലും ക്രൈസ്തവ ആത്മീയതയുടെ ലെവലേശ സ്പർശനമില്ലാത്ത ഏതൊക്കെയോ പ്രവൃത്തികൾ ചെയ്തു കൂട്ടി ചില അനുഷ്ഠാനങ്ങളിൽ ഒതുങ്ങിയിരിക്കുന്നത് മാത്രമാണ് ക്രൈസ്തവ ആത്മീയത എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ജീവിക്കുന്നവർ. വെറുതെ പേരിന് വീട്ടിൽ പ്രാർത്ഥന നടത്തുന്നവരെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഒരു മേളാങ്കാണിങ്ങനെ, പിള്ളേര് കളി, അവിടെ ചാട്ടം, ഇവിടെ ബഹളം, അതിൻ്റെ അകത്ത് കുറേയേറെ സംസാരങ്ങൾ, അതിനകത്ത് ചർച്ചകൾ, നീ പ്രാർത്ഥിക്കടി, ഞാൻ പ്രാർത്ഥിക്കടി, ഇങ്ങനെ പറഞ്ഞ് കുറേ ബഹളം ഉണ്ടാക്കുക. എന്തൊക്കെയോ വെറുതെ ഒരു ഭ്രാന്തൻ പുലമ്പലുകളായിട്ട് മാറുന്ന സന്ധ്യാപ്രാർത്ഥനകളിലെ ഗതികെട്ട കുടുംബങ്ങളുണ്ട്. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ വെറുതെ ഭാവിക്കുന്ന ജീവിതങ്ങളാണെന്ന്. വെറുതെ പള്ളിയിൽ പോവുക എന്തിനു വേണ്ടിയിട്ട്? അവിടെ പുറകിൽ ചെന്നിരുന്ന് അച്ഛൻ പറയുന്നത് കേട്ടിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങിയിട്ട് അച്ഛനെ 4 തെറി പറയാൻ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇട്ടൊക്കെ ഒന്ന് വിളമ്പി പലതും ഒന്ന് പരത്തി ഒന്ന് സന്തോഷിക്കാൻ. അതിനുവേണ്ടി മാത്രം ഒരുമ്പിട്ട് ഇറങ്ങുന്നവരുണ്ട്. എന്താണ് അവരുടെ ജീവിതത്തിന്റെ ആത്മീയത? ഭാഗ്യം കൊണ്ട് ഈ നാളുകളിൽ അങ്ങനെയുള്ള അവസ്ഥകൾ ഒരുപാട് കുറവുണ്ട്. കാരണം എന്താണ്? ഈ വക ടീമുകൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഇപ്പൊ കൊറോണ കാരണം പള്ളി പോകണ്ട അല്ലേ? നോക്ക്, ഞാൻ പറയാണ് പ്രിയപ്പെട്ട, സത്യത്തിൽ ക്രിസ്തീയ ആത്മീയതയുടെ യാതൊരു സ്പർശനമില്ല. എന്നിട്ട് വെറുതെ ക്രിസ്ത്യാനിയാണ് ഞാൻ, എനിക്ക് ന്യൂനപക്ഷ അവകാശം വേണം, ഇങ്ങനെയൊക്കെ കുറെ വാദങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ്. ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അച്ഛനെ മര്യാദ പഠിപ്പിക്കണം, മെത്രാനെ വരെ നിർത്തണം, മാർപ്പാപ്പ ഞാൻ പറയുന്നത് അനുസരിക്കണം, എനിക്ക് ഒരുപാട് അറിവും പ്രാഗത്ഭ്യമൊക്കെ ഉണ്ട്, എനിക്ക് പാണ്ഡിത്യമുണ്ട്, ഞാൻ പറയുന്നതൊക്കെ അനുസരിച്ചാണ് സഭ മുമ്പോട്ട് നീങ്ങേണ്ടത്, ഈ ഇടവകയിൽ അച്ഛൻ എങ്ങനെ പോകണമെന്ന് ഞാൻ തീരുമാനിക്കും, ഈ ഇടവകയുടെ പൊതുയോഗം എന്ത് തീരുമാനമെടുക്കുന്നത് എൻ്റെ വാക്കിനെ അടിസ്ഥാനമാക്കിയാകണം. ഇങ്ങനെയുള്ള ചില കുബുദ്ധികൾ പല സ്ഥലങ്ങളിലുമുണ്ട്. ഇവരാണ് സത്യത്തിൽ സഭയുടെ ഏറ്റവും വലിയ ശത്രുക്കൾ. നിരീശ്വരവാദികളോ യുക്തിചിന്തകരോ അല്ല, മറിച്ച് വിശ്വാസം ഉണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത് മാത്രമല്ല, വിശ്വാസ വിരുദ്ധമായ പ്രവൃത്തികളിലൂടെ എതിർ സാക്ഷ്യം നൽകുന്നവരായ ക്രൈസ്തവരാണ് ഈ കാലഘട്ടത്തിന്റെ ആപത്ത്. അതേത് ജീവിതാന്തസ്സിൽപ്പെട്ടവരാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കാലഘട്ടത്തിന്റെ ആപത്ത് എന്ന് പറയുന്നത് വെറുതെ യേശുക്രിസ്തുവിനെ ഉള്ളിൽ പേറാതെ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് പേരിന് നടക്കുന്നവനാണ് ഈ കാലഘട്ടത്തിന്റെ ദുരന്തം. ഈ കോവിഡ് മഹാമാരിയല്ല, വേറൊരു രോഗാവസ്ഥയല്ല. ഏറ്റവും വലിയ ആപത്തെന്ന് പറയുന്നത് ഈ വിധത്തിൽ വൈറസുകളെ ഉള്ളിൽ ഇങ്ങനെ പേറിക്കൊണ്ട് നടക്കുന്ന ഒരു വിഭാഗം ആളുകളാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് കേൾക്കുമ്പോൾ ബാക്കിയുള്ളവരെ ഇങ്ങനെ വിധിക്കാൻ വേണ്ടിയിട്ട്, അവൻ ഇങ്ങനെയാണ് ഇവൾ അങ്ങനെയാണ് എന്ന് വിധിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, മറിച്ച് സ്വന്തം ചങ്ക കൈവച്ചുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ഉള്ളിലേക്ക് തിരിഞ്ഞ് ചിന്തിക്കണം. വിശുദ്ധ യോഹന്നാന്റെ 1-ാം ലേഖനത്തിന്റെ 2-ാം അധ്യായം 4-ാം വചനം, ഞാൻ അവനെ അറിയുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പന പാലിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളം പറയുന്നു. ശ്രദ്ധിച്ചോണം, സുന്ദരമാണത്. എനിക്ക് കർത്താവിനെ അറിയാം, ഞാൻ കർത്താവിന്റെ കൂടെയാണ്, ഞാൻ കർത്താവിന്റെ നാമത്തിലാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. എന്നിട്ട് എന്തില്ല? ഞാൻ അവനെ അറിയുന്നെന്ന് പറയുന്നു, പക്ഷേ ഞാൻ ദൈവകൽപ്പനയിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ജീവിതം നയിക്കുന്നു. അവൻ എന്ത് പറയുന്നു? കള്ളം പറയുന്നു. വെറുതെ കള്ളത്തരത്തിന്റെ ജീവിതം ഇങ്ങനെ നയിച്ചു പോകുന്നവരായ ഒരുപാട് പേരുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത്, അത് ഞാനാണോ? അപ്പസ്തലന്മാർ ചോദിച്ചതുപോലെ ചോദിക്കണം. അങ്ങനെ അത് ഞാനാണോ കർത്താവേ, അത് ഞാനാണോ കർത്താവേ? പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആത്മാവ് ഈ നിമിഷം നിന്റെ ഉള്ളിലേക്ക് ഒരു ബോധ്യം തരും. നിന്റെ ജീവിതം ഈ തരത്തിലാണോ ഇന്ന് മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? അങ്ങനെയെങ്കിൽ നീ നിന്റെ ജീവിതത്തിൽ വരുത്തേണ്ട ഒരു പരിവർത്തനമുണ്ട്. കാരണം എന്താണെന്നറിയാവോ? ഈ കാപട്യം കൊണ്ട്, ഈ മുഖം മൂടി അണിഞ്ഞതുകൊണ്ട് നീ ഒരുപാട് കാലങ്ങൾ മുമ്പോട്ട് പോകാൻ പോകുന്നില്ല. മറിച്ച് നിന്റെ ജീവിതത്തെ മുഴുവനും നോക്കിക്കാണുന്ന, നിന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകൾ അറിയുന്ന ഒരു ദൈവം നിനക്ക് മുമ്പിലുണ്ട്. ആ ദൈവത്തിന്റെ മുമ്പിൽ നീ ഉത്തരം
കൊടുക്കാനായിട്ട് ഏറെ വൈകണ്ടാത്ത കാലഘട്ടങ്ങളിലാണ് നീ കടന്നു പോകുന്നത്. കോവിഡ് മഹാമാരിയും മറ്റ് പ്രതിസന്ധികളും ജീവിതത്തെ ഇങ്ങനെ വിറങ്ങലിപ്പിക്കുമ്പോ ആര് ആദ്യം കടന്നു പോകുമെന്നറിയാതെ ഭയാശങ്കയോടെ നമ്മളൊക്കെ നിൽക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, ഒരു സത്യത്തെ നമ്മുടെ ഉള്ളിൽ ഓർക്കണം. ഇനിയെങ്കിലും എൻ്റെ ജീവിതത്തെ ഞാനൊന്ന് മാറ്റിയില്ല എങ്കിൽ ഈ ചതിയും വഞ്ചനയും കള്ളത്തരവും കൊള്ളത്തരവുമായിട്ടുള്ള ഒരു ജീവിതമായിട്ട് ഞാൻ എൻ്റെ ജീവിതം മുമ്പോട്ട് പോയോ അത് നാശത്തിന്റെ പടുകുഴിയിൽ എനിക്ക് ഒരിക്കലും ഉയരാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഒരു വീഴ്ചയായിരിക്കും എന്ന സത്യത്തെ മറന്നു പോകരുത്. യോഹന്നാൻ ശ്ലീഹയുടെ 1-ാം ലേഖനത്തിന്റെ 2:9 വചനത്തിൽ യോഹന്നാൻ ശ്ലീഹ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ പ്രകാശത്തിലാണ് എന്ന് പറയുകയും സഹോദരനെ വെറുക്കുകയും ചെയ്യുന്നവൻ അന്ധകാരത്തിലാണ്. ഇതിന് ദൈവത്തെ അറിയാം, ഞാൻ പ്രകാശത്തിലാ, ഞാൻ ദൈവത്തിന്റെ വഴിയിലാ, ദൈവം മാത്രം എനിക്ക് മതി, ഞാൻ ദൈവത്തോട് പ്രാർത്ഥനയുണ്ട്, ദൈവത്തോട് ബന്ധമുണ്ട്, ഞാൻ പള്ളിയിൽ പോക്കുണ്ട്, ഞാൻ ദശാംശം കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്തില്ല, എനിക്ക് ബാക്കിയുള്ളവരെ കാണാൻ പറ്റുന്നില്ല. ചിലര് വലിയ ഭക്തന്മാരൊക്കെ ഉണ്ട്, വായെടുത്ത കുറ്റം പറയത്തുള്ളൂ, കണ്ണി കാണുന്ന മുഴുവനും നെഗറ്റീവാണ് അല്ലേ? ആരെ നോക്കിയാലും അവർ കുഴപ്പക്കാരാണ്. പ്രിയപ്പെട്ടവരെന്താണ് ഇതിനകത്തെ സത്യം? അതാണ് യോഹന്നാൻ ശ്ലീഹ പറയുക, അവൻ കൊടും ഇരുട്ടില. നിന്റെ സഹോദരനെ കാണാൻ മാത്രം നിന്റെ കണ്ണുകൾക്ക് പ്രകാശം ഇല്ല എങ്കിൽ നീ ഇരുട്ടില, നീ വിശ്വാസിയല്ല, നീ വെറുതെ ഒരു പേരിന് ഗതികെട്ട് ക്രിസ്ത്യാനിയായതാ. എങ്ങനെ? അപ്പനും അമ്മയും ക്രിസ്ത്യാനി ആയതുകൊണ്ട് അങ്ങനെ വന്നു പെട്ട ക്രിസ്ത്യാനി, വെറുതെ പെട്ടുപോയ ഒരു ക്രിസ്ത്യാനി. അല്ലാതെ നിന്റെ ജീവിതത്തിൽ ലവലേശം ആത്മീയതയുടെ ഒരു പ്രകാശവും ഇല്ല. എപ്പോഴാണോ സഹോദരന്മാരെ കാണാനായിട്ടും അവരുടെ ജീവിതത്തിലെ നന്മകളെ കാണാനായിട്ടും നിന്റെ കണ്ണുകൾ തെളിയുന്നത്, എപ്പോഴാണോ മറ്റുള്ളവരെ വിമർശിക്കാതെ അവരെ ചേർത്ത് പിടിക്കാനായിട്ട് നിന്റെ ജീവിതം പര്യാപ്തമാകുന്നത്, പോരായ്മകളോ ബലഹീനതകളോ കുറവുകളോ ഉള്ളവരെ കാണുമ്പോഴും അവരെ വിമർശിച്ചും അവരെ കുറ്റം വിധിച്ചും മാറ്റി നിർത്താതെ അവരെ സ്നേഹിച്ച് നേടിയെടുക്കാൻ മാത്രമുള്ള ജീവിതത്തിന്റെ തെളിച്ചമാർന്ന ചൈതന്യം നിന്റെ ഉള്ളിൽ നിറയുന്നത് അന്ന് മാത്രമേ നീ ക്രിസ്ത്യാനിയാകത്തുള്ളൂ. മറ്റുള്ളതൊക്കെ നീ നിർമ്മിച്ചു കൂട്ടുന്ന വെറും കാപട്യത്തിന്റെ ക്രിസ്തീയതയാ. അതിൻ്റെ അകത്ത് ക്രിസ്തീയ ആത്മീയതയുടെ ലവലേശ സ്പർശനം ഇല്ല. മറന്നുപോകേണ്ട ഈ സത്യത്തെക്കുറിച്ച് പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് ഈ ബോധ്യം നമ്മുടെ ഉള്ളിൽ നിറയ്ക്കണം. നമ്മൾ ചിന്തിക്കണം, എൻ്റെ കുടുംബം ഇങ്ങനാണോ? ചില കാര്യങ്ങളിലൊക്കെ കുടുംബത്തിൽ നന്മയുണ്ടെന്നേ, പക്ഷെ ആത്യന്തികമായിട്ട് നീ ദൈവത്തിൻ്റെ വഴികളിലൂടെ നീങ്ങുന്ന ഒരു വ്യക്തിയാണോ? ആത്യന്തികമായിട്ട് ദൈവത്തെ എൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രകാശത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ? ഇല്ല എങ്കിൽ എൻ്റെ ജീവിതം പോകുന്നത് നാശത്തിൻ്റെ ഇരുൾ വഴികളാണ്. അത് എനിക്കൊരിക്കലും ഉയരാൻ സാധിക്കാത്ത വിധത്തിൽ എന്നെ അത്യഗാധമായ ഇരുളിമയുടെ കൊക്കയിൽ ആഴ്ത്തിക്കളയും. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ ദൈവിക പ്രകാശത്തിലേക്ക് പോകണം. അവിടുത്തെ പ്രകാശത്താൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങൾ പൂരിതമാകണം. ഈ ആഗ്രഹം നമ്മുടെ ഉള്ളിൽ വേണം. ഒരു മാനസാന്തരത്തിൻ്റെ, ഒരു പരിവർത്തനത്തിൻ്റെ ചൈതന്യത്തെ നമ്മുടെ ഉള്ളിലേക്ക് ഈ വചനത്തിലൂടെ സ്വീകരിക്കണ്ടേ? ഈ സമയത്ത് ചിന്തിച്ചു തുടങ്ങിക്കേ, ഞാൻ ദൈവിക ജ്ഞാനം ഇല്ലാതെ വെറുതെ എൻ്റെ ഇഷ്ടപ്രകാരം മാത്രം നീങ്ങുന്ന ഒരു വ്യക്തിയാണോ? അതോ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശത്തിന് എൻ്റെ ഉള്ളിൽ ഞാൻ തുറന്നു കൊടുത്തിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിന് ജീവിക്കാൻ എൻ്റെ ഹൃദയത്തിൽ ഞാനൊരിടമൊരുക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ആത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയേ അല്ല ഞാൻ. അങ്ങനെയെങ്കിൽ എൻ്റെ പോക്ക് സ്വർഗത്തിലേക്കല്ല, മറിച്ചെങ്ങോട്ടാണ്? നരകത്തിലേക്കാണ്. എൻ്റെ ജീവിതം സ്വർഗത്തെ ലക്ഷ്യമാക്കി നീങ്ങേണ്ടതാ. അതിന് എന്നെ സഹായിക്കുന്നതാണ് ഈ ലോകത്തിൽ സഭയിലൂടെ ലഭിക്കുന്ന വിശുദ്ധ കുർബാന, ജപമാല, ആരാധനകൾ, ആത്മീയ ശുശ്രൂഷകൾ. ഇവയൊക്കെ എൻ്റെ ജീവിതത്തെ പരിപോഷിപ്പിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന് തിരുമുമ്പാകെ ബലഹീനമായ ജീവിതത്തിലേക്ക് ദൈവമേ നിന്റെ ആത്മാവിനെ പകർന്ന് നീ ശക്തിപ്പെടുത്തണമേ എന്ന് ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ അതീവ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഗ്നിയാൽ ജ്വലിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈശോ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാ ഞാൻ പലപ്പോഴും പ്രവർത്തിച്ചു പോകും. ഈശോ ദൈവത്തെക്കുറിച്ച് അറിയുന്നു എന്ന് ഞാൻ ഭാവിക്കുമ്പോൾ എനിക്കൊട്ടും എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങയെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങയുടെ പ്രകാശത്തെ ധരിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അങ്ങയുടെ സ്നേഹം കൊണ്ട്
എൻ്റെ ഉള്ളു നിറയ്ക്കുന്നതിൽ ഞാൻ ഏറെ പരാജയപ്പെട്ടിട്ടുണ്ട്. ഓ ഈശോ, നിന്റെ തിരുമുമ്പാകെ ഈ നിമിഷങ്ങളിൽ ബലഹീനമായ എൻ്റെ ജീവിതത്തെ മുഴുവൻ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുക. കർത്താവേ, ഞാൻ തിരിച്ചറിയുന്നു, ബാഹ്യമായ അറിവല്ല, ബാഹ്യമായ അനുഷ്ഠാനമല്ല ഞാൻ അനുഭവിക്കേണ്ട ഈശോ, എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവസ്നേഹ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവിക പ്രകാശമാണ്. ഓ യേശുവേ, എൻ്റെ ഉള്ളിലേക്ക് ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ ചൈതന്യം നിറയ്ക്കണമേ. എൻ്റെ ഉള്ളിലേക്ക് അങ്ങയുടെ സ്നേഹം നിറയ്ക്കണമേ. എൻ്റെ ഉള്ളിലേക്ക് അങ്ങയുടെ കരുണയുടെ മഴ പെയ്യിക്കണമേ. കരങ്ങൾ ഹൃദയഭാഗത്തോട് ചേർത്ത് വെച്ച് ഓരോരുത്തരും പ്രാർത്ഥിക്കട്ടെ. അറിവല്ല എന്നോടെ ദൈവം, വെറും അനുഭൂതിയല്ലെൻ്റെ ദൈവം. ഈശോ, ഹൃദയത്തിനുള്ളിലെ അഗാധതയിലെ അനുഭവമാണെൻ്റെ ദൈവം. അനുഭവമാണെൻ്റെ ദൈവം. അതിവല്ല എന്നോടെ ദൈവം, വെറും അനുഭൂതിയല്ലെൻ്റെ ദൈവം. ഹൃദയത്തിനുള്ളിലെ അഗാധതയിലെ അനുഭവമാണെൻ്റെ ദൈവം. തിരുമനസ്സുകളിലേക്ക് ഈശോയുടെ സ്നേഹത്തിന്റെ അനുഭവം ഒരുപാട് ജീവിതങ്ങൾ ഈശോയുടെ മുറിവേറ്റ കരങ്ങളാൽ ഇപ്പോൾ സ്പർശിക്കപ്പെടുന്നുണ്ട്. തിരു ജീവിതങ്ങളിലേക്ക് യേശുക്രിസ്തുവിന്റെ സൗഖ്യം ലഭിക്കുന്നുണ്ട്. ഒരുപാട് ജീവിതങ്ങൾ ഈശോയുടെ പ്രകാശത്താൽ നിറയുന്നുണ്ട്. തിരു അന്ധകാരം മനസ്സിൽ നീങ്ങിപ്പോകുന്നു, ഹൃദയ ദുഃഖ ഭാരം നീങ്ങിപ്പോകുന്നു. ഒരുപാട് ജീവിതങ്ങളിലേക്ക് ഭാരം ഒഴിഞ്ഞൊരു ശൂന്യത ലഭിക്കുന്നുണ്ട്. അവിടേക്കെല്ലാം ദൈവശക്തി നിറയുന്നു, അവിടേക്കെല്ലാം ആത്മാവിന്റെ പ്രകാശം നിറയുന്നു, അവിടേക്കെല്ലാം സഹോദര സ്നേഹം നിറയുന്നു. നിന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെ തന്റെ ശക്തിയാൽ നിറയ്ക്കുന്ന ദൈവം ഈ സമയത്ത് അനുഗ്രഹിക്കുകയാണ്. അവിടുത്തെ കര ഉയർത്തി ആശീർവദിക്കുകയാണ്. നമുക്ക് സ്നേഹത്തോടെ യേശുവിൽ ശരണപ്പെട്ടുകൊണ്ട് രണ്ട് കരങ്ങൾ കർത്താവിന്റെ സന്നിധി ഉയർത്തിപ്പിടിക്കുന്നത് ജീവിതം മുഴുവൻ കർത്താവിന് അടിയറ വെക്കുന്നതിന്റെ പ്രതീകമാണ്. ഈ ബോധ്യത്തോടെ കരമുയർത്തി അധരം തുറന്ന് യേശുവിനെ വിളിച്ച് സ്തുതിച്ചുകൊണ്ട് കർത്താവിന് ആശീർവാദം സ്വീകരിക്കാം. ഈശോയെ, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, അവിടുത്തെ പരിശുദ്ധമായ അത്ഭുത നാമത്തിന്റെ ശക്തിയാൽ അവരുടെ ജീവിതത്തിന്റെ സമസ്ത ബന്ധനങ്ങളും അസ്വസ്ഥതകളും രോഗപീഠകളും തളർച്ചകളും തകർച്ചകളും അവിടുത്തെ ശക്തിയാൽ പൂരിതമാക്കും. അഭിഷേകം വ്യാപരിക്കണം, കൃപ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഉന്നത ശക്തി നിറയട്ടെ. ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.